നമസ്കാരം. ഇന്ന് നമ്മൾ നിൽക്കുന്നത് പാലക്കാട് കുഴൽമന്നത്തുള്ള അലീഖാന്റെ വീടിന്റെ വിശേഷങ്ങളുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. വീടെന്ന ആശയമായിട്ട് നമ്മളുടെ കസ്റ്റമേഴ്സ് നമ്മുടെ അടുത്തേക്ക് വന്ന സമയത്ത് ഒരു പുത്തൻ ആശയമായിട്ടാണ് ഞാൻ അവരോട് സമീപിച്ചത്. ഇത്രയും ഗംഭീരമായിട്ടുള്ളൊരു വീടിൻ്റെ റിസൾട്ട് എനിക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുള്ളത്. അവരുടെ അടുത്ത് ഇതിനെക്കുറിച്ച് രണ്ട് വാക്ക് ചോദിച്ചറിയാം. സ്വപ്നം നമുക്ക് സഫലമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു പ്ലോട്ട് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഇപ്പോൾ വീട് എന്നൊരു കൺസെപ്റ്റ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞങ്ങൾ കുറേ ബിൽഡേഴ്സിനെ ഇത് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പം എൻ്റെ ഫ്രണ്ട് മുഖാന്തരമാണ് VTech ബിൽഡേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത്. പിന്നെ അവൻ്റെ വേറെ സൈറ്റുകളും പോയി ഞാനും എൻ്റെ ഉമ്മയും പോയി കണ്ട് അമ്മക്ക് ഇഷ്ടപ്പെട്ട കാരണം കൊണ്ട് ഓക്കെ ഡൺ. ബഡ്ജറ്റിന് ഒതുങ്ങുന്ന വിധത്തിലേക്ക് തന്നെ വന്നിരുന്നു. അതെ, വന്നിരുന്നു. നമ്മുടെ ബഡ്ജറ്റ് പറഞ്ഞത് എത്രയാണോ ആ ബഡ്ജറ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാം, ഇന്ത്യയിൽ അടക്കം വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഈ വീടിന്റെ വെളിച്ചങ്ങളെ കുറിച്ച് പറയാൻ നിങ്ങൾക്ക് എന്താണ്? മാക്സിമം ഈ വീട്ടിൽ എത്ര വെളിച്ചം കൊണ്ടുവരാൻ പറ്റുമോ അത്രയും വെളിച്ചം ഇത് കൊണ്ടുവന്നിട്ടുണ്ട്. മോർണിംഗ് ടൈമിലൊന്നും ലൈറ്റിന്റെ ആവശ്യമില്ല. മെയിനായിട്ട് മാത്രമല്ല വൈകിട്ട് 6-6:30 വരെയും ലൈറ്റിന്റെ ആവശ്യം വരുന്നില്ല. സ്റ്റെയർകേസ് കയറി പോകുന്ന വ്യൂസ് വെച്ച് നോക്കുന്ന സമയത്ത് അതിനെ കുറിച്ച് നിങ്ങൾക്ക് എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത്? ഒരു മോഡൽ വേണം. ഇപ്പൊ ഇത് എന്റെ ഒരു നാലാമത്തെ വീടാണ്. ആ പ്രത്യേകത ഉണ്ടാകണം ഞങ്ങൾക്ക് നല്ലൊരു ഇതുണ്ടായിരുന്നു. നമ്മുടെ ലിവിങ് സ്പേസും ഡൈനിങ് സ്പേസ്, ഈ ഫോയർ സ്പേസ്, ഇതിനെല്ലാത്തിനെയും കണക്ട് ചെയ്യുന്ന ഒരു കോർട്ട്യാർഡ് സ്പേസ് ആണ് നമ്മൾ ഇവിടത്തേക്ക് അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഫുൾ ആൻഡ് ഫുൾ നാച്ചുറൽ ഗാർഡനിങ്, പിന്നെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഫ്രണ്ടിലേക്ക് മാത്രമാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഉമ്മാന്റെ ഏറ്റവും വലിയ ഇതായിരുന്നു ഒരു കോർട്ട്യാർഡ് വേണമെന്ന്. ആ കോർട്ട്യാർഡ് എവിടെ സിറ്റുവേറ്റ് ചെയ്യാം എന്ന് കറക്റ്റ് ആ സ്ഥലത്ത് സിറ്റുവേഷൻ ചെയ്ത് കൊടുത്ത് അത് നന്നായി ചെയ്തും കൊടുത്തിട്ടുണ്ട്. ഇന്റീരിയറിനെ കുറിച്ച് എവിടെ എന്തൊക്കെ പ്ലേസ് ചെയ്യണം എന്നുള്ളത് നമ്മൾ 2D ഡ്രോയിങ്ങിലേക്ക് തന്നു. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഫസ്റ്റ് ഇവിടെ തുടങ്ങിയ സമയത്ത് പ്ലാനിലുണ്ടായിരുന്ന 3 ബെഡ്റൂം കൺസെപ്റ്റ് ആയിരുന്നു. പിന്നെയാണ് നമുക്ക് ഒരു ബെഡ്റൂം കൂടെ എക്സ്ട്രാ വേണം എന്ന് പറഞ്ഞിട്ട് ആണ് ഒരു ബെഡ്റൂം കൂടി എടുത്തത്, 4th ബെഡ്റൂം എടുത്തത്. നമ്മൾക്ക് ഹാൾ മാത്രം സെപ്പറേറ്റ് ആയിട്ട് വേണമെന്ന് അവരടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലിവിങ് റൂം അത് കറക്റ്റായിട്ട് അവർ പ്ലാനിൽ ഉൾപ്പെടുത്തി കറക്റ്റായി തന്നിട്ടുണ്ടായിരുന്നു. കുറേ ആൾക്കാർ വന്ന് അന്വേഷിച്ചു, നല്ല അഭിപ്രായങ്ങൾ കിട്ടി, അതിലേക്ക് ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. മെയിനായിട്ട് ഈ വർക്ക് പൂർത്തിയാക്കി നല്ല നീറ്റായി തന്നതിന് താങ്ക്സ് പറയുന്നു. അതേ മനസ്സോടു കൂടിയാണ് ഇവരെ എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതും. നല്ലൊരു സപ്പോർട്ടായിരുന്നു എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ VTech ബിൽഡേഴ്സിൻ്റെ എല്ലാവരുടെയും പ്രാർത്ഥന ഇവർക്ക് വേണ്ടി ഉണ്ടാവും. നന്ദി, നമസ്കാരം.